നമസ്കാരം. തളിപ്പറമ്പ് മണ്ഡലത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ CPM അണികൾക്കിടയിൽ എതിർപ്പ് വ്യാപകമാവുന്നു. ഇത് സംബന്ധിച്ച് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗ തീരുമാനം വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ പ്രതികൂല പ്രതികരണവുമായി പാർട്ടി അണികളും അനുഭാവികളും രംഗത്ത് വന്നിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്ന പരിഗണന വെച്ചാണ് ശ്യാമള ടീച്ചറെ സ്ഥാനാർത്ഥിയാക്കിയതെന്നാണ് വിമർശനം. പാർദാസ് കൺവെൻഷൻ സെന്റർ വ്യവസായ സംരംഭകൻ കൊറ്റാളിയിലെ പാറയിൽ സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് അന്നത്തെ ആന്തൂർ നഗരസഭാ ചെയർപേഴ്സണായ PK ശ്യാമളയുടെ ഇടപെടലുകൾ മറക്കരുതെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു. CPM കോട്ടയായ തളിപ്പറമ്പ് മണ്ഡലം നഷ്ടപ്പെടാൻ PK ശ്യാമള ടീച്ചറുടെ സ്ഥാനാർത്ഥിത്വം വഴിവെക്കുമെന്ന ആശങ്ക ചിലർ ഉന്നയിക്കുന്നുണ്ട്. PK ശ്യാമളയുടെ വീട് സ്ഥിതി ചെയ്യുന്ന മൊറാഴയിലും ആന്തൂരിലും തളിപ്പറമ്പിലും സാധാരണ പാർട്ടി പ്രവർത്തകരുമായോ അനുഭാവികളുമായോ PK ശ്യാമളയ്ക്ക് CPM നേതാവ് എന്ന നിലയിൽ ജനകീയ ബന്ധങ്ങളൊന്നുമില്ലെന്ന വിമർശനവും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ നേതാവായ N സുകന്യ, MV നികേഷ് കുമാർ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ എന്നിവരുടെ പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നുവെങ്കിലും PK ശ്യാമളയ്ക്ക് അനുകൂലമായിട്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനമെടുത്തത്. തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയും PK ശ്യാമളയുടെ പേരാണ് നിർദ്ദേശിച്ചത്. നിലവിൽ CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ഭാരവാഹിയുമാണ് PK ശ്യാമള. ഏറെ നാളത്തെ പ്രവർത്തന പരിചയമുള്ള ഇവരെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ എന്ന നിലയിലല്ല സ്ഥാനാർത്ഥിയെ പരിഗണിച്ചതെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട്. എന്നാൽ ഏരിയ ലോക്കൽ തലങ്ങളിൽ സ്ഥാനാർത്ഥിയുടെ പേര് അവതരിപ്പിക്കപ്പെടുമ്പോൾ അതിശക്തമായ എതിർപ്പ് ഉയർത്താൻ ഒരു വിഭാഗം തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണം ഉൾപ്പെടെ ബഹിഷ്കരിക്കാനാണ് ഇവരുടെ നീക്കം. കഴിഞ്ഞ തവണ സംസ്ഥാനമാകെ ഇടത് തരംഗം അലയടിച്ചിട്ടും MV ഗോവിന്ദൻ കഷ്ടിച്ച് 20,000 വോട്ടിനാണ് UDF സ്ഥാനാർത്ഥി VP അബ്ദുൾ റഷീദിനോട് വിജയിച്ച് കയറിയത്. ഇത് CPMന് വലിയ ക്ഷീണം ചെയ്തിരുന്നു. ആന്തൂർ, പറശ്ശിനി, പാടിക്കുന്ന്, മയിൽ, മലപ്പട്ടം തുടങ്ങിയ പാർട്ടി ഗ്രാമങ്ങൾ സ്ഥിതി ചെയ്യുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിലാണ് തിരിച്ചടി നേരിട്ടത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടയായ മയിൽ ഡിവിഷനിൽ നിന്നും ജില്ലാ പഞ്ചായത്തിലേക്ക് UDF സ്ഥാനാർത്ഥി ജയിച്ചത് പാർട്ടി കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K സുധാകരൻ CPM പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പോലും വോട്ട് നേടിയിരുന്നു. ഈ സാഹചര്യത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം തിരിച്ചടിയാകുമോ എന്ന ആശങ്ക CPM നേതൃത്വത്തിനുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാവ് VP അബ്ദുൾ റഷീദ് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങുക. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും 5 വർഷമായി മണ്ഡലത്തിൽ സജീവമാണ് അബ്ദുൾ റഷീദ്. കോൺഗ്രസിന് മണ്ഡലം തിരിച്ചുപിടിക്കാനാവുമെന്ന പ്രതീക്ഷയേറെയാണ്. തളിപ്പറമ്പ് നഗരസഭ ഭരിക്കുന്നത് UDF ആണ്. മുസ്ലിം ലീഗിന്റെ പല ശക്തി കേന്ദ്രങ്ങളിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. CPI ബന്ധവും തളിപ്പറമ്പിൽ സുഖകരമായിട്ടല്ല മുൻപോട്ട് പോകുന്നത്. കീഴാറ്റൂരിൽ മുൻ തളിപ്പറമ്പ് നഗരസഭ വൈസ് ചെയർമാൻ കോമത്ത് മുരളീധരനും അനുയായികളും CPIയിൽ ചേർന്നത് മുതൽ കൊണ്ടും കൊടുത്തും കള്ളക്കേസിൽ കുടുക്കി പോരടിക്കുകയാണ് ഇരു പാർട്ടികളും. ഈ സാഹചര്യത്തിലാണ് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം CPM പ്രഖ്യാപിക്കുന്നത്. സ്ത്രീ സംവരണം എന്ന വ്യവസ്ഥ വെച്ച് നേതാക്കളുടെ ഭാര്യമാർ മാത്രം പരിഗണിക്കപ്പെടാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കി എന്നതാണ് ഇതിനെതിരെ നിൽക്കുന്നവർ ഉന്നയിക്കുന്ന പ്രധാന ആക്ഷേപം. പാർട്ടിയിൽ കുടുംബവാഴ്ചയുടെ കാലമാണോ ഇതെന്ന ചോദ്യവും ചിലർ ഉയർത്തുന്നു. ദീർഘകാലം പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK ഗോവിന്ദനെ സാധ്യതാ പട്ടികയിൽ നിന്ന് പോലും ബോധപൂർവ്വം ഒഴിവാക്കാനാണ് സ്ത്രീ സംവരണം എന്ന പരിഗണന കൊണ്ടുവന്നതെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ നിലപാട്. അതേസമയം ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്തെ പരിഹസിച്ചുകൊണ്ടായിരുന്നു CPM സഹചാരിയും നിരവധി കേസുകളിൽ പ്രതിയുമായ അർജുൻ ആയിങ്കി രംഗത്ത് വന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അർജുൻ ആയിങ്കിയുടെ വിമർശനം. ഞാനും അപ്പനും സുഭദ്രാമയും തീരുമാനിക്കും, ബാക്കിയുള്ളവർ കൈയടിച്ച് അംഗീകരിക്കുക. മക്കത്തായം, മരുമക്കത്തായം, ഭാര്യത്തായം തിരുത്തില്ലെന്നറിയാം, ജനം തിരുത്താതിരിക്കട്ടെ എന്നായിരുന്നു പോസ്റ്റ്.